ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട്. എന്നെ ഫോളോ ചെയ്യുന്ന മക്കൾക്ക് അറിയാം, നമ്മൾ ഏകദേശം ഒരു മാസക്കാലമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. സോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഒരു മാസക്കാലമായി. മാർച്ച് ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഏകദേശം വീഡിയോ ചെയ്ത് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇതൊരു പുതിയ മാസം, മെയ് മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാസക്കാലം നിങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും വെക്കേഷൻ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത കാര്യമായിരിക്കും റിസൾട്ട് എന്ന് വരും, +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് വരും, +2 റിസൾട്ട് എന്ന് വരും എന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി നിങ്ങൾ ധാരാളം സെർച്ച് ചെയ്ത് കാണും. കുറേയധികം വീഡിയോസ് അത്, അല്ലെങ്കിൽ കുറേയധികം യൂട്യൂബ് ചാനൽസ് അത് മുതലാക്കിക്കൊണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ കണ്ടു കാണും. ഏപ്രിൽ 20-ാം തീയതി +1 റിസൾട്ട് വരും, +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വരും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച റിസൾട്ട് വരും, നാളെ ഉറപ്പായിട്ടും വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് കണ്ടു. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടുമൊക്കെ കുറേ മക്കൾസ് മെസ്സേജ് അയക്കുകയുണ്ടായി, സാറേ എന്ന് റിസൾട്ട് വരുമെന്നൊന്ന് പറയാമോ, സാർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിശ്വാസമാവും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ശരിക്കും പറഞ്ഞാൽ മക്കളെ, ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാത്തത് വേറൊന്നുമല്ല, നിങ്ങളെ പേടിപ്പിക്കേണ്ട എന്ന ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ഇതെന്ന് വരുമോ എന്നുള്ള സത്യം എനിക്കറിയത്തില്ലായിരുന്നു. ഓക്കെ, ഇതെന്ന് വരും റിസൾട്ട് എന്നുള്ളത് ഒരു ഊഹം മാത്രമാണ് ഈ ചെയ്ത എല്ലാവരും. കാരണം ഇത് കേരളത്തിലെ ഒരാൾക്കും അറിയത്തില്ല. ഒരാൾക്കെന്ന് പറഞ്ഞാൽ പൊതുവേ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അറിയാത്തൊരു കാര്യമാണ് റിസൾട്ട് എന്ന് വരും. ഇപ്പോൾ തന്നെ വാല്യുവേഷനിൽ പങ്കെടുത്ത ടീച്ചേഴ്സിന് പോലും ഇത് അറിയത്തില്ല എന്ന് വരും എന്നുള്ളത്. അതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കുക. കാരണം റിസൾട്ട് ഏകദേശം വരുന്നൊരു തീയതി മാത്രം, ഏകദേശം വരുന്നൊരു ആഴ്ച മാത്രമേ അവർക്ക് ഊഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടു കാണും. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നല്ലാതെ നിങ്ങൾക്ക് ആ ഒരു അറിവ് പകർന്നു തരിക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമുക്ക് SLC +2 റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. SLC +2 റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ധാരാളം വീഡിയോസ് കണ്ടു കാണും. ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകത്ത് പറ്റിക്കുന്നില്ല മക്കളെ. ഇതിൻ്റെ അകത്ത് SSLC റിസൾട്ട് പ്രഖ്യാപിച്ചത് സർക്കാർ, നിങ്ങൾ വീഡിയോ കണ്ടു കാണും. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ഡേറ്റ് SLC പരീക്ഷാഫലം മെയ് 9 പ്രസിദ്ധീകരിക്കുന്നതാണ്. അതോടൊപ്പം +2ൻ്റെ ഡേറ്റ്, +2 റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പോൾ അത് ചില വീഡിയോസിൽ മെയ് 18 എന്ന് ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ SLC പരീക്ഷാഫലം മെയ് 9 ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. അത് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതോടൊപ്പം +2 റിസൾട്ടിൻ്റെ ഡേറ്റും കൂടെ പറയേണ്ടതായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യം ഞാൻ പറയാം. +2 റിസൾട്ട് മെയ് 18 എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഞാൻ കാണുകയുണ്ടായി. അന്ന് ഞായറാഴ്ചയാണ്. സോ ഞായറാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ള ഡൗട്ടുകൾ കുട്ടികൾക്കുണ്ട്. അതോടൊപ്പം മക്കളെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ +1 റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കും, +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കും. ഇതിനൊക്കെ ശേഷമായിരിക്കും +1 റിസൾട്ട്. അത് ചിലപ്പോൾ മെയ് ലാസ്റ്റോ അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലൊക്കെ ആയിരിക്കും സാധാരണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ +2 റിസൾട്ട് അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കുന്ന കാര്യത്തെ പറ്റിയാണ്. SLC റിസൾട്ടിനെ പറ്റി നമുക്ക് ഉറപ്പിക്കാം മെയ് 9 ഈ മെയ് 18 പ്രഖ്യാപിക്കുന്നുള്ള കാര്യം മക്കളെ ഫിക്സഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഹയർ സെക്കൻഡറി ലെവലിലാണ് ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കിഷ്ടം പോലെ അധ്യാപകരെ പരിചയമുണ്ട്. വാല്യുവേഷനിൽ പങ്കെടുത്ത അധ്യാപകരെ, ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ പോലും അവർക്കറിയാവുന്ന കാര്യം ഉടനെ പ്രഖ്യാപിക്കും, മെയ് 2nd വീക്ക് പ്രഖ്യാപിക്കും എന്നൊരു ഉദ്ദേശം മാത്രമാണ്. ഫിക്സഡ് ആയിട്ടൊരു ഡേറ്റ് ഇല്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇവരുടെ HSS റിപ്പോർട്ടർ എന്ന് പറയുന്ന സൈറ്റിനകത്ത് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് 2025 +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഈ ആഴ്ചയിൽ പ്രഖ്യാപിക്കും. ഇത് കുറേ ദിവസങ്ങളായിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഈ സൈറ്റിൽ. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സൈറ്റിൻ്റെ അപ്ഡേഷൻ കാരണമാണ് റിസൾട്ടിന് താമസിക്കുന്നത്. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സൈറ്റ് നമുക്കറിയാം അത് ഏത് സൈറ്റാണ്. അപ്പോൾ ആ സൈറ്റിൻ്റെ അപ്ഡേഷൻ നടക്കുന്നത് കാരണമാണ് റിസൾട്ട് വൈകുന്നത്. +1 ഇംപ്രൂവ്മെൻറ്റ് വാല്യുവേഷൻ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. എന്നിട്ടും എന്താണ് റിസൾട്ട് വൈകുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സൈറ്റ് അതിൻ്റെ അപ്ഡേഷൻ നടക്കുവാണ്, കുറച്ച് ദിവസം കൂടെ പിടിക്കുമെന്ന് അറിഞ്ഞു. അതുകൊണ്ട് റിസൾട്ട് കുറച്ചും കൂടെ വൈകും എന്നാണ് അറിഞ്ഞത്. എന്ന് പറഞ്ഞാൽ മക്കളെ, ഇപ്പം മെയ് 2nd വീക്കോട് കൂടി +2ൻ്റെയും +1ൻ്റെയും +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. മിക്കവാറും ഈ മെയ് 1st വീക്ക് തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കാം.
അപ്ഡേഷൻ്റെ ഇത് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് നീങ്ങാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയ കാര്യം. അപ്പോൾ ഇതാണ് കാര്യം അറിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യാം. കാരണം എന്നെ വിശ്വസിക്കുന്ന കുറേ കുട്ടികളുണ്ട്. എനിക്കിപ്പോൾ വ്യൂവിന് വേണ്ടി മക്കളെ ഇത് മിക്കവാറും മെയ് 4-ാം തീയതി, മെയ് 5-ാം തീയതി പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ വരാം. പക്ഷേ അതിനെപ്പറ്റി ഒരു വിവരവും ഞാൻ മാക്സിമം അന്വേഷിച്ചു. +2 റിസൾട്ടിനെ പറ്റി ഒരു വിവരവും കറക്റ്റായിട്ട് അറിയുന്നില്ല. പിന്നെ ഈ മെയ് 18 എന്നുള്ള ഡേറ്റ് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അത് അവർക്ക് കിട്ടിയ വിവരം ചിലപ്പോൾ സത്യമായിരിക്കാം. പക്ഷേ ഇതുവരെ ഒരു അപ്ഡേഷൻ കറക്റ്റായിട്ട് ഒഫീഷ്യൽ അപ്ഡേഷൻ വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു സൈറ്റിൻ്റെ അപ്ഡേഷൻ നടക്കുവാണ്. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യം മക്കളെ, എന്തായാലും റിസൾട്ട് വരുന്ന ഡേറ്റ് എനിക്ക് ഏകദേശം അറിയാൻ പറ്റും അതിനോടടുത്ത് തന്നെ. അപ്പോൾ റിസൾട്ട് വരുന്ന സമയമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഡേറ്റ് അറിയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിനെപ്പറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അല്ലാതെ ഒരു ഊഹം ഞാനിവിടെ പറയത്തില്ല. കാരണം ഇഷ്ടംപോലെ കുട്ടികൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കും. ചുമ്മാ നിങ്ങൾക്കൊരു എന്താ പറയുക, ചുമ്മാ ഒരു അനാവശ്യമായിട്ടൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് നൽകിയ ഒരു പ്രതീക്ഷ തരുന്നില്ല. അപ്പോൾ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളെ, നമ്മുടെ കൂടി എൻ്റെ മക്കൾക്കെല്ലാം അറിയാം, കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്, ആഗ്രഹിക്കുവാണ്. ഓക്കെ, അപ്പോൾ റിസൾട്ടിൻ്റെ അപ്ഡേഷൻ അറിയുന്നത് ഉടനെ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും മക്കളെ. അപ്പോൾ ഏകദേശം മെയ് സെക്കൻഡ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ മക്കളും കാത്തിരിക്കുക. ഇനി അനാവശ്യമായി നിങ്ങൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ തംബ്നെയിൽസ് കാണാം. റിസൾട്ട് നാളെ, റിസൾട്ട് മറ്റന്നാൾ. ചുമ്മാ അനാവശ്യമായിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് ഞാൻ കണ്ടു. നിങ്ങൾ അതിനകത്ത് അനാവശ്യമായി പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക. റിസൾട്ട് വരുന്ന സമയം, റിസൾട്ട് വരുന്ന ആ ദിവസം സെക്കൻഡുകൾക്കകം നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതോടൊപ്പം റിസൾട്ട് വരുന്നത് അറിയുവാണെങ്കിൽ അതിന് മുമ്പത്തെ ദിവസവും ഞാൻ അതിൻ്റെ അപ്ഡേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം മക്കളെ. നല്ല റിസൾട്ട് എല്ലാവരും കിട്ടട്ടെ എന്ന് വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കൂടെ കൂടിക്കോ മക്കളെ. നല്ല മാർക്ക് എല്ലാവരും കിട്ടട്ടെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.